ഏതാണ്ട് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകളിൽ പുതിയൊരു പദം വന്നിട്ടുണ്ട്, മറ്റത്തൂർ മോഡൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മറ്റത്തൂർ മോഡൽ എന്ന് പറഞ്ഞ് വന്ന ഒരു സംഭവം കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വലിയ ഡിസ്കഷൻ്റെ ഒരു സംഭവമാണ്. കാരണം ഈ ഹരി നേരത്തെ പറഞ്ഞതുപോലെ മൊത്തം അവിടെ ഉണ്ടായിരുന്ന 10 സീറ്റുകളായിരുന്നു LDF സഖ്യത്തിനുണ്ടായിരുന്നത്. 8 സീറ്റുകളാണ് കോൺഗ്രസ്സിനുണ്ടായിരുന്നത്. 2 കോൺഗ്രസ് വിമതരായിരുന്നു ഉണ്ടായിരുന്നത്, 4 BJPക്കാർ. ഇതായിരുന്നു മറ്റത്തൂർ, തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം. അപ്പോൾ സ്വാഭാവികമായിട്ടും LDFനാണ് മുൻകൈ എന്നുള്ളതിൻ്റെ നിലയിലായിരുന്നു. അതായത് 10-10 എന്നുള്ള നിലയിൽ 8 കോൺഗ്രസ് കൗൺസിലർമാരും 2 കോൺഗ്രസ് വിമതരായ കൗൺസിലർ, ഇവർ ഒരുമിച്ച് നിൽക്കും, 10-10 എന്നുള്ളൊരു നിലയിൽ നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നറുക്കെടുപ്പ് വേണ്ടി വരും. നറുക്കെടുപ്പിൽ ജയിക്കുന്ന ആരാണോ എന്നുള്ളൊരു നിലയിലായിരുന്നു കണക്കുകൂട്ടൽ എന്നായിരുന്നു അവിടെ നിന്നുള്ള പ്രാദേശികമായ വാർത്താ ലേഖകർ പറയുന്നത്. പക്ഷേ അവിടെ അതിന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ 10 പേരുള്ള LDF കക്ഷി ഒരു കോൺഗ്രസ് വിമതനെ, 2 കോൺഗ്രസ് വിമതരുണ്ടായിരുന്നു, അതിൽ ഒരു കോൺഗ്രസ് വിമതനെ സ്വന്തം കൂടാരത്തിലെത്തിച്ചു. അപ്പോൾ അതോടുകൂടിയിട്ട് അവർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള ഒരു നില വന്നു. അപ്പോൾ അതിനെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 8 കോൺഗ്രസ്സുകാർ നേരെ BJPയുമായിട്ട് ചേരുകയും അവർ കോൺഗ്രസ്സിൽ നിന്ന് രാജിവെക്കുകയും എന്നിട്ട് BJP ചേരുകയും BJPക്ക് ഭരണം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉത്തരവാദികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനില്ല എന്നുള്ളതാണ് സ്ഥിതി. ഇപ്പോൾ DCC നേതൃത്വം പറയുന്നത് അവർ വിപ്പ് ഇഷ്യൂ ചെയ്തിരുന്നു. വിപ്പ് ഇഷ്യൂ ചെയ്തിട്ട് വിപ്പ് ലംഘിച്ചാണ് അവർ ഈ നടപടിയെടുത്ത് അതിൻ്റെ മുകളിൽ അവർക്ക് അച്ചടക്ക നടപടി അവരൊക്കെ എടുക്കും ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ പറഞ്ഞത് വളരെ വിചിത്രമായ വാദമാണ്. അദ്ദേഹം പറഞ്ഞത് LDF അധികാരത്തിൽ വരാതിരിക്കാനായിട്ട്, LDF അധികാരത്തിൽ വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു സാധനമാണ്. അതൊരു പ്രാദേശികമായിട്ടുള്ള ഒന്നാണ്, അതിനെ വലുതായിട്ട് ഊതി വീർപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയണത്. പക്ഷേ അതത്ര ലളിതമായിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം. കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ നിർണായകമായ തരത്തിലുള്ള ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അത് മാത്രമല്ല, കേരളത്തിൽ കോൺഗ്രസും കോൺഗ്രസ്സിന് പിന്തുണ നൽകുന്നവരെന്ന് പറയുന്ന ഒരു വലിയ വിഭാഗവും CPMനെതിരെയാണ് നിരന്തരമായിട്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നത്. CPMും BJPയുമായിട്ടാണ് ഒരു ഡീല് ഉള്ള, അല്ലെങ്കിൽ ഒരു അന്തർധാര ഉണ്ടെന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇതിൽ നിന്ന് ജയിച്ച 8 പേര് ഒരു ഇതുമില്ലാതെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരുന്നിന് പോലും ഒരാളില്ലാതെ കൂട്ടമായിട്ട് BJPക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അങ്ങനെ മാറുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും അതിലെ അവസാനത്തെ ഡെവലപ്മെൻറ്റ് ഇപ്പം പറയുന്നത്, അവിടുത്തെ തൃശ്ശൂർ DCC അധ്യക്ഷൻ പറഞ്ഞത് 10 ദിവസത്തിനുള്ളിൽ ഈ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ ഇവരെ എല്ലാവരെയും അയോഗ്യരാക്കുന്ന നടപടികൾ എടുക്കുമെന്നാണ്. അപ്പോൾ അദ്ദേഹം 10 ദിവസത്തിന് വേണ്ടി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു നിലയിലാണ് പറഞ്ഞത്.